ബീറ്റർ ഒന്നും വേണ്ട, മിക്സിൻ്റെ ജാറിൽ തന്നെ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയിട്ട് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഓവനില്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വാനില എസൻസ് ആണ്, അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് 1 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് 2 പ്രാവശ്യം അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇതുപോലെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1-2 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുകയും വേണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ തട്ടി കൊടുക്കുക. ഇനി ഇത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു തട്ടാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ചൂടാക്കി വെച്ച പാനിലേക്ക് നമുക്ക് കൈപ്പൊള്ളാതെ തന്നെ ഈ ഒരു ടിൻ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിന്ന് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ചെറിയ തീയിലിട്ട് വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റും കൂടെ വേവിക്കുക. എല്ലാം കൂടെ നമുക്കൊരു 40 മിനിറ്റും കൊണ്ട് തന്നെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ലപോലെ കുക്കായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ കൂളായതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുള്ള 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ക്രീമല്ല ഉപയോഗിക്കുന്നത്. നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കാതെ ഇരിക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ഇളക്കാതെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റൊക്കെ ആ ചൂട് പാലിൽ തട്ടി നല്ലതുപോലെ മെൽറ്റായി കിട്ടും. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റിന് ശേഷം ഇളക്കിയെടുക്കുകയാണെങ്കിൽ ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ചെറിയ പീസൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെക്കുക കേട്ടോ. അതിൻ്റെ ചൂട് തട്ടിയിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റും കൂടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും. ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ കൂളായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടിന്നിൽ നിന്ന് കേക്ക് എടുക്കട്ടെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമുക്ക് ബീറ്ററൊന്നും വേണ്ട, മിക്സിൻ്റെ ജാറിൽ തന്നെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ മുകൾ ഭാഗം, നമ്മൾ ഏതായാലും ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിക്കുന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉയർന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ബൗൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഗനാഷാണ്. കണ്ടോ, നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന ആ ഒരു പരുവല്ല, അതിലേറെ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഈ ഒരു ഗനാഷ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അധികം വരുന്ന ഈ ഒരു ഗനാഷ് കണ്ടോ ആ പാത്രത്തിലേക്ക് കിട്ടുന്നതായിരിക്കും. അത് വീണ്ടും നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് കുറച്ച് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു പ്ലേറ്റിൽ കണ്ടോ കുറച്ചുണ്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഒഴിക്കണം. അപ്പോൾ ഞാനത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ ചോക്ലേറ്റൊക്കെ നമുക്ക് നല്ലതുപോലെ ആ ഒരു കേക്കിൽ നല്ല സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെറിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അതും ഗോതമ്പ് പൊടി വെച്ച്
വെച്ചിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ കാണിക്കാം എങ്ങനെയാണ്. ഇത് നല്ല സോഫ്റ്റാണ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതാ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയാണ്. അപ്പോൾ വീട്ടിൽ ഗോതമ്പ് പൊടിയും ചോക്ലേറ്റൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ കാണാം.